മുണ്ടക്കൈ ഉരുൾപൊട്ടലിലെ ദുരന്ത ബാധിതരുടെ വായ്പകൾക്ക് ഒരു വർഷം മൊറട്ടോറിയം പ്രഖ്യാപിച്ച ബാങ്കേഴ്സ് സമിതി ഇന്ന് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കൃഷിയിടവും കൃഷിയും നശിച്ചവരുടെ വായ്പ എഴുതിത്തള്ളാനും നിർദ്ദേശമുണ്ട്. അക്കൗണ്ടിലെത്തിയ അടിയന്തര ധനസഹായത്തിൽ നിന്ന് EMI പിടിച്ച സംഭവത്തിൽ കേരള ഗ്രാമീൺ ബാങ്ക് ഖേദം പ്രകടിപ്പിച്ചു. വയനാട്ടിലെ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ വലിയ യുവജന പ്രതിഷേധമാണ് ഇന്ന് ഉണ്ടായത്. രാവിലെ 7 മണിയോടെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ കൽപ്പറ്റ റീജിയണൽ ഓഫീസിന് മുൻപിൽ സമര പരമ്പര. ആദ്യം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഉപരോധം തുടങ്ങിയത്. ഇതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും മാർച്ചുമായി എത്തി. സർക്കാർ ധനസഹായമായ 10,000 രൂപയിൽ നിന്ന് EMI പിടിച്ചതിൽ മാപ്പ് പറയണമെന്ന് യുവജന സംഘടനകൾ. ഇതിന് തയ്യാറാകാതെ വന്നതോടെ പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് മാറി. ആദ്യം 3 പേരിൽ നിന്നാണ് EMI പിടിച്ചതെന്ന് പറഞ്ഞ ബാങ്ക് അധികൃതർ പ്രതിഷേധം കടുത്തതോടെ പണം പിടിച്ച എല്ലാവർക്കും ബുധനാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു നൽകുമെന്ന് ഉറപ്പു നൽകി. ഗ്രാമീൺ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഖേദപ്രകടനം. ദുരന്തബാധിത പ്രദേശങ്ങളിലുള്ളവരുടെ 7 തരത്തിലുള്ള ലോണുകളിലേക്ക് പിടിച്ച സംഖ്യയും ബുധനാഴ്ച 28-24 ബാങ്ക് തിരിച്ചു കൊടുക്കുന്നതാണ്. കൂടാതെ ഇടപാടുകാർക്ക് ഇതുമൂലം വന്ന ബുദ്ധിമുട്ടുകളിൽ ബാങ്ക് ഖേദം പ്രകടിപ്പിക്കുന്നു. ബാങ്കിന്റെ ഭാഗത്തു നിന്ന് തുടർ മാസങ്ങളിൽ ലോണിലേക്ക് തുക ഒന്നും ഈടാക്കുന്നില്ല. ഇന്ന് നടന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ ദുരന്തബാധിതരുടെ വായ്പകൾക്ക് ഒരു വർഷം മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ദുരന്തമുഖത്തെ വായ്പകളാകെ എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വായ്പ എടുത്തവര് പലരും ഇല്ലാതായിരിക്കും. ആ ഭൂമിയിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കും. അപ്പൊ ആകെ ചെയ്യാവുന്ന കാര്യം ആ പ്രദേശത്തുള്ള വായ്പ ആകെ എഴുതിത്തള്ളുക എന്നുള്ളതാണ്. എഴുതിത്തള്ളുമ്പോൾ സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിലപാടുണ്ട്, അത് സർക്കാർ നൽകുക എന്നുള്ളതാണ്. ഇതിൽ ആ നില സ്വീകരിക്കാൻ പാടില്ല എന്നാണ് എന്റെ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അംഗീകരിച്ച സമിതി മരണമടഞ്ഞവരുടെ വായ്പാ കണക്കുകൾ എടുക്കാൻ തീരുമാനിച്ചു. ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ അത് നമ്മൾ ബാങ്കുകളും കണക്കെടുത്ത് അവരുടെ ബോർഡിൽ പ്രസന്റ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് തന്നെ ഇത് റെക്കമെൻഡ് ചെയ്ത് അത് വേവ് ചെയ്യിപ്പിക്കാനുള്ള സംവിധാനം ചെയ്യണം എന്ന് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ലീഡ് ബാങ്കായ കാനറയിലേക്കും സ്വകാര്യ ലോൺ ഇടപാട് സ്ഥാപനങ്ങളിലേക്കും വയനാട്ടിൽ AIYF-ഉം RYJD പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. ചൂരൽമലയിൽ ഇന്നും ഫയർഫോഴ്സിന്റെയും NDRF-ന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടന്നു. സമരച്ചൂടിലൂടെയാണ് ഇന്ന് വയനാട് കടന്നുപോയത്. വായ്പകൾ എഴുതിത്തള്ളണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും അതിൽ ബാങ്കുകളുടെ അനുഭാവപൂർവമായ നിലപാടും ചെറുതല്ലാത്ത ആശ്വാസമാണ് ദുരന്ത ബാധിതർക്ക്. ഒറ്റ രാത്രി കൊണ്ട് സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരാണ്. ഉച്ചവരെ ഉരുളുകൊണ്ടുപോയവരാണ്. ബാങ്കുകൾ മാത്രമല്ല, ഓരോ സ്ഥാപനങ്ങളും അവർ ആശ്രയിച്ചിരുന്ന ഓരോ വ്യക്തികളും അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? ടീം 24 വയനാട്.